ഇന്ത്യൻ താരം ശിഖർ ധവാനെ IPL ടീം ഡൽഹി ക്യാപിറ്റൽസിൽ എത്തിക്കാനുള്ള സൗരവ് ഗാംഗുലിയുടെ ശ്രമം ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന റിക്കി പോണ്ടിംഗ് തടയാൻ ശ്രമിച്ചതായി ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന മുഹമ്മദ് കൈഫ് വെളിപ്പെടുത്തുകയുണ്ടായി. ആ സമയം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ടിരുന്ന ധവാന്റെ കാലം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോണ്ടിംഗ് പ്രധാനമായും തടസ്സം നിന്നതെന്നും തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ കൈഫ് വെളിപ്പെടുത്തി. അന്ന് ഡൽഹി ക്യാപിറ്റൽസിന്റെ സഹ ഉടമസ്ഥരിൽ ഒരാളായ JSW സ്പോർട്സിന്റെ ക്രിക്കറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു ഗാംഗുലി. ഹൈദരാബാദ് ടീമിൽ അന്നുണ്ടായിരുന്ന ഡേവിഡ് വാർണറുടെ ഇടപെടലാകാം പോണ്ടിങ്ങിന്റെ തീരുമാനത്തിന് പിന്നിലെന്നും കൈഫ് വീഡിയോയിൽ ശക്തമായി ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഗാംഗുലിയുടെ ടീം ഉടമകളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ ധവാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും ഡൽഹി ടീമിലേക്ക് എത്തുകയുണ്ടായി. പിന്നീട് അവരുടെ പ്രധാന താരമായി മാറുകയും ഒരു സീസണിൽ ഡൽഹിയെ ഫൈനൽ വരെ എത്തിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന്റെ പരിശീലകനായിരുന്ന സമയത്ത് കുറച്ചുകൂടി മികച്ച രീതിയിൽ പോണ്ടിംഗ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ IPL കിരീടം നേടാനാവുമെന്നായിരുന്നു പോണ്ടിങ്ങിന് ഇപ്പോൾ തോന്നുന്നുണ്ടാകുമെന്നും കൈഫ് തുറന്നു പറഞ്ഞു. മാത്രമല്ല, പഞ്ചാബ് കിങ്സിന്റെ പരിശീലകനാണ് മുൻ ഓസീസ് ക്യാപ്റ്റൻ എന്നതും പഞ്ചാബിന്റെ മുൻ പരിശീലകന് സംഭവിച്ച അതേ പിഴവുകളാണ് പോണ്ടിംഗ് അവിടെ ആവർത്തിക്കുന്നതെന്നും കൈഫ് വെളിപ്പെടുത്തി. അർഷദീപ് സിംഗ്, റബാത്ത, ലിവിങ്സ്റ്റൺ എന്നിവരെ പഞ്ചാബ് ടീമിൽ നിലനിർത്താൻ ലേലത്തിൽ വിട്ടുകൊടുത്തത് പോണ്ടിങ്ങിന്റെ തീരുമാനം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പ്രധാനമായും വിമർശനം ഉയർത്തിയതും. ഗാംഗുലിയും ഞാനുമെല്ലാം പടുത്തുയർത്തിയ ഡൽഹി ക്യാപിറ്റൽസിൽ ആരെ പുറത്തിരുത്തുമെന്ന് അറിയാതെ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായ ദിവസങ്ങൾ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നു. അജിങ്ക്യ രഹാനെ, അശ്വിൻ, ഇശാന്ത് ശർമ്മ, ഹിറ്റ്മേർ എന്നിവർ പോലും 11 കളിക്കാൻ ഇടമില്ലാത്ത വിധം ശക്തമായിരുന്നു ടീം എന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ലേലത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് ഗാംഗുലി നിർദ്ദേശിക്കുകയുണ്ടായി. ഗാംഗുലി മുൻകൈയെടുത്ത് ധവാനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയായിരുന്നു ധവാൻ ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പങ്ങളും നിലനിന്നിരുന്നു. ധവാൻ വേണമെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയത് പ്രധാനമായും ഗാംഗുലിയാണ്. ധവാന്റെ കരിയർ കഴിഞ്ഞുവെന്ന നിലപാടാണ് പോണ്ടിംഗ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ധവാൻ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്തായ സമയത്ത് ഈ കാര്യങ്ങൾ പ്രധാനമായും നടക്കുന്നത്. ഒരു സീസണിൽ ശരാശരി 500 റൺസ് നേടുന്ന താരമാണ് ധവാൻ എന്ന കാര്യം ടീം യോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.